എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്നത് ഒരു സ്ത്രീ വശ്യത്തെക്കുറിച്ചാണ്. സ്ത്രീ വശ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളായിട്ടുണ്ടെങ്കിൽ അവർ നമ്മളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ നമ്മളോട് പരിപൂർണമായിട്ടും അടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു സ്നേഹത്തെ പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അമൂല്യമായ ഒരു വശ്യപ്രയോഗ വിധിയാണ് പറയുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം നമ്മുടെ വിരൽ തുമ്പിലുണ്ടായിരിക്കും. ഏതൊരാൾക്കും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ സ്നേഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതും മാനസിക പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിൽ പരിശ്രമിച്ചിട്ടും നടക്കാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ ആ പരിപൂർണ സ്നേഹം, അല്ലെങ്കിൽ അവർക്ക് ആ വ്യക്തി നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് അടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സന്തോഷം നമുക്ക് ലഭിക്കുകയും ചെയ്യുള്ളൂ, നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുള്ളൂ. അപ്പോൾ നേരായ വഴിയിലൂടെയുള്ള ഒരു ജീവിതത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിയയാണിത്. വിനിയോഗമായി ചിന്തിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ദോഷം ആ ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാവുകയും ചെയ്യും. കാരണം ഒരു സ്ത്രീകളെ വശീകരിക്കുക എന്ന് പറയുന്നത് തന്നെ ഉദ്ദേശ ശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് ദോഷമില്ലാതെ അത് വരുള്ളൂ. ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നേരായ മാർഗത്തിലൂടെ ഉള്ളൊരു ജീവിതത്തെ, അല്ലെങ്കിൽ ആ സ്നേഹത്തെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും ആ സ്നേഹം കിട്ടാനും അത് നല്ല രീതിയിൽ അത് വിനിയോഗിക്കുക എന്ന് വെച്ചാൽ ആ സ്നേഹം നല്ല പരിപൂർണ സംതൃപ്തമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള നല്ല രീതിയിലേക്ക് ഉൾക്കൊള്ളാനും വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ ഒക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ വശ്യപ്രയോഗമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിനൊക്കെ ഒരു ഉദ്ദേശ ശുദ്ധിയും നല്ലൊരു പവറുണ്ട്. ആ പവർ നമ്മൾ മറ്റുള്ള ഏതെങ്കിലും ദുർവിനിയോഗമായി ചെയ്താൽ അതെന്തുണ്ടായിരിക്കും, നമുക്ക് ആപത്തുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതേ നേരം ഒരു പെണ്ണിനെ വശമാക്കാൻ വേണ്ടി കുറെ നുണ പറഞ്ഞിട്ടും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വശീകരിക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്കത് നല്ല രീതിയിൽ കൊണ്ടു നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മാന്ത്രികപരമായിട്ടുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെതായിട്ടുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ മനസ്താപേ ഉണ്ടാവുള്ളൂ. ഒരു വഞ്ചന ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്ത്രീ ശാപേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് വളരെ വലുതാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു മന്ത്രത്തിൻ്റെയോ ഒരു ദേവന്റെയോ കൂടി ഒരു ശാപം ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഇതിന് നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരു കാര്യത്തിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ നല്ലതുപോലെ ആലോചിച്ചിട്ട് ഇത് ചെയ്യാനും പാടുള്ളൂ. സ്ത്രീ വശ്യം എന്ന് പറഞ്ഞത് ആ സ്ത്രീയെ, ഒരു സ്ത്രീ നമുക്ക് നമ്മളുമായിട്ട് നല്ലതുപോലെ ജീവിക്കുകയും ശാരീരികമായിട്ടൊക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നതുമായ ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് പരസ്പരം നല്ല സ്നേഹത്തിൽ നിലനിന്നിരുന്നതായിരിക്കാം. പിൻകാലത്ത് വിട്ടുമാറുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ആവശ്യമുള്ളൂ. പക്ഷെ വെറുതെ നടക്കുന്ന ഒരു പെണ്ണിനെ നമ്മളൊക്കെ മന്ത്രമൊക്കെ പ്രയോഗിച്ച് വശീകരിച്ചെടുത്ത് പിന്നെ അത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഒരു പുലിവാലി പിടിച്ചിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ നല്ല ഇഷ്ടമായിരുന്നത് നഷ്ടപ്പെട്ടിട്ട് നമുക്ക് മാനസികമായിട്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അതിന് നമുക്ക് അവരുമായിട്ടുള്ള സൗഹൃദം എന്ന് നിലനിർത്താൻ വേണ്ടി മാത്രമായിട്ടാണ് ഇത് പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് എടുത്ത് വീണ്ടും പറയണം. കാരണം ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ദോഷവശങ്ങളുണ്ട്. ആ വശങ്ങൾ എന്ന് പറയുന്നത് നല്ല കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ദോഷവശമല്ല. പക്ഷെ ദുർവിനിയോഗം എന്നുള്ളത്, മോഹങ്ങൾ സാധിക്കാൻ, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ശാരീരികമായിട്ടുള്ളതോ മറ്റേതെങ്കിലും ബന്ധങ്ങൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് ദോഷമായിട്ട് വരിക. പക്ഷെ അങ്ങനെ ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ അപമാനം, അപവാദം, മാനഹാനിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വയം ഏറ്റെടുത്ത് അവരുടെ ജീവിതകാലം മുഴുവൻ പരിപാലിക്കാനോ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനോ ഉള്ള ഒരു ചിന്തയും കൂടി നമ്മുടെ മനസ്സിൽ ദൃഢമായി എടുത്തതിന് ശേഷം മാത്രം പ്രയോഗിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീ അങ്ങനെ മിസ്സായി പോയി, അങ്ങനെ അകന്നുപോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മന്ത്രപ്രയോഗം ഒരു വശീകരണ പ്രയോഗമാണിത്. ഈ വശീകരണ പ്രയോഗത്തിന് വേണ്ടത് തകര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നുണ്ട്. ആറ്റുതകരയല്ല.
ആറ്റുതകര എന്ന് പറയുന്നത് നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി. ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇടുന്നില്ല, കാരണം അതൊരു കാവടിപ്പൂ പോലെ മഞ്ഞ അങ്ങനെ കോല് പോലെ പൂവായിട്ടുള്ളതാണ്. അത് കാവടിയുടെയൊക്കെ പൂവ് പോലുള്ളത്. അത് പൈൽസിൻ്റെ ഒക്കെ രോഗത്തിനും അതുപോലെ ചൊറി അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾക്കും ഒക്കെ വേണ്ടി എടുക്കുന്നതാണ് ആറ്റുതകര എന്ന് പറയും. അതല്ല, ഇത് ആയുർവേദ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഒരു ഇത്ര നീളേ ഉള്ളൂ, അതിങ്ങനെ നാരൊക്കെ ആയിട്ടുള്ളൊരു മരുന്നാണ്. അത് നമ്മളിപ്പോൾ കാണിച്ചു തരാത്ത എന്താ വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി വീഡിയോ എടുക്കുന്ന സമയത്ത് കയ്യിലില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഇത് വാങ്ങിയതിന് ശേഷം, ആ തകര വാങ്ങിയതിന് ശേഷം നമ്മൾ എന്താണ്, നെല്ലിക്ക കൂടി അരച്ചിട്ട് വെറ്റിലയും പരട്ടണം. വെറ്റിലയിൽ പരട്ടിയതിന് ശേഷം നമ്മൾ 1000 തവണ ഈ പറയുന്ന മന്ത്രം ജപിക്കണം. ജപിച്ചതിന് ശേഷം ആ വെറ്റില നല്ലതുപോലെ മടക്കുകയോ ചെയ്തിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട സ്ത്രീക്ക് കൊടുത്ത് അത് അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ മാനസികമായിട്ടുള്ള വിരോധങ്ങളൊക്കെ വിട്ട് പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് ലയിക്കും എന്നുള്ളതാണ്. ആ ഒരു ക്രിയയാണിത്. ആ ക്രിയ ചെയ്യുന്ന സമയത്ത് വളരെയധികം പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. നല്ല മനസ്സുകൊണ്ട് തന്നെ ഈ സ്ത്രീയെ നമുക്ക് വശമായി കഴിഞ്ഞാൽ അതിന് വരുന്ന ഒരു പ്രശ്നങ്ങൾ പിന്നിലുണ്ടായിരിക്കും. പിന്നിൽ ചില അവരുടെ കുടുംബപരമായിട്ടുള്ള ഈ സ്ത്രീയെ ചിലപ്പോൾ ഒറ്റപ്പെടുത്തിയേക്കാം, അല്ലെങ്കിൽ അവരെ കുടുംബപരമായിട്ട് മാനസികപരമായിട്ടൊക്കെ പലതും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം നമ്മൾ അവരുടെ പൂർണ്ണമായിട്ടുള്ള മനസ്സിനെ നമ്മളിലേക്ക് അടുപ്പിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തിൽ അവരുടെ കുടുംബജീവിതത്തിനോ അല്ലെങ്കിൽ അവരുടെ മാനസിക അല്ലെങ്കിൽ ഇമേജിനൊക്കെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തു വന്നാലും ഞാനത് ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഇത് ചെയ്യുന്നേക്കാൾ മുന്നേ നമ്മൾ എടുത്തിരിക്കണം. എന്നിട്ടാണ് ഇത് ചെയ്യാൻ ഇറങ്ങാൻ പാടുള്ളൂ. ഫലം ഉറച്ചതാണിത്, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ഇത് ഈ വെറ്റില തകര എടുത്തു, വെറ്റില നെല്ലിക്ക എടുത്തു, ഈ രണ്ടും കൂടി അരയ്ക്കുക. ഈ തകര ഒരു 10 ഗ്രാമൊക്കെ വാങ്ങിയാൽ മതിയാവും. 10 ഗ്രാം, ഒരു 5 ഗ്രാം മതി, ഒരൊറ്റ പീസ് മതി. കാരണം ഒരു വെറ്റിലയുടെ മുകളിലേക്ക് ഇത് ഇതാക്കണ്ടോ, അത് കിലോ 2000 രൂപയൊക്കെ വില ഉണ്ട്. പക്ഷെ നമുക്കതൊരു 10 രൂപയ്ക്കൊക്കെ വേണ്ടുള്ളൂ. പിന്നെ നെല്ലിക്ക, ഈ നെല്ലിക്കയും കൂടി അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം നല്ല വെറ്റില എടുത്തിട്ട് ഈ വെറ്റിലയുടെ മുകളിൽ 2 ഭാഗം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭാഗം പരട്ടിയിട്ടിട്ടാണ് അത് നമ്മൾ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് നോക്കിയിട്ടാണ് ഈ മന്ത്രം ജപിക്കുന്നത്. ഈ ജപിച്ചതിന് ശേഷമാണ് അത് അവരെ സങ്കല്പിച്ച് അവരുടെ മുഖത്തൊക്കെ നല്ലതുപോലെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അവർ വശമായി വരണം, അവരുടെ മുഖഹൃദയം ഇതിലേക്ക് വശമായി വരണമെന്നും ഞാൻ ഇന്ന പോലെയൊക്കെ ചെയ്തു കൊള്ളാം എന്നുള്ളതും മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് അവർ വരികയും ചെയ്യും. 1000 തവണയാണ് നമ്മൾ ജപിക്കേണ്ടത്. ജപിക്കുന്നത് കൊടുക്കുന്ന അന്ന് വേണം. കാരണം ഏതെങ്കിലും കാലത്ത് ജപിച്ചിട്ട് ഇത് ഉരുട്ടിയിട്ട് ബാഗിൽ വെച്ചിട്ട് പേഴ്സിൽ വെച്ചിട്ട് അവരെ കാണുന്ന സമയത്ത് ഇതെടുത്ത് കൊടുക്കാം എന്ന് വിചാരിക്കരുത്. പിന്നെ ഇതേ മഷിക്കൂട്ടി തന്നെ ഈ വെറ്റിലയും അതുപോലെ തന്നെ തകരയും നെല്ലിക്കയും കൂടി അരച്ച പേസ്റ്റ് ആക്കി വെച്ചിട്ട് അതും കൂടി ഇതിൽ ജപിക്കാം. ആ പേസ്റ്റ് ഇതുമ്പോൾ പരട്ടി കുറച്ച് അതിൻ്റെ ഉരുളയാക്കിയിട്ടോ ചെറിയൊരു ബോൾ പോലെ ആക്കിയിട്ട് ഈ വെറ്റിലേക്ക് വെക്കുക. അതും കൂടി എടുത്തതിന് ശേഷം ഈ ബോളായിട്ട് വെച്ചത് നമ്മൾ എടുക്കുകയും ചെയ്യുക, വെറ്റില അവർക്ക് കൊടുക്കുകയും ചെയ്യുക. ഈ ബോളാക്കി വെച്ചിട്ടുള്ള ഈ സാധനം ഈ മന്ത്രം ജപ്യം കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ഭക്ഷണത്തിലൂടെയോ ലഡുവോ ജിലേബിയോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലൂടെ പരട്ടിയിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ മനസ്സ് പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് നമ്മൾ 7 ദിവസം 1000 തവണ ഇത് കൊടുത്തതിന് ശേഷം തുടർച്ചയായിട്ട് 7 ദിവസം നമ്മൾ 1000 തവണ ഈ മന്ത്രം വീണ്ടും ജപിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിലേക്ക് ഈ മന്ത്രം എത്തിക്കഴിഞ്ഞു, അവരുടെ മനസ്സ് നമ്മളിലേക്ക് ആയി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം ജപിക്കുന്നത്. ഈ മന്ത്രത്തിൻ്റെ ജപിക്കേണ്ട വിധാനം എന്ന് പറയുമ്പോൾ നമ്മളൊരു നിലവിളക്ക് കത്തിച്ച് വെച്ചിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ഇല്ലെങ്കിൽ അത് നിർബന്ധമുണ്ട്. രാവിലെ ജപിക്കുകയാണെങ്കിൽ കിഴക്കോട്ട് ഇരുന്ന് വേണം ജപിക്കാൻ. വൈകിട്ടാണ് ജപിക്കുന്നത് എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇരുന്നിട്ട് വേണം ജപിക്കാൻ. ജപിക്കുന്നത് ഒരു പലകയിലോ അല്ലെങ്കിൽ പുൽപ്പായിലോ ഇരുന്നിട്ട് വേണം ജപിക്കാൻ. ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നിലവിളക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് വേണം ജപിക്കാൻ. ജപം കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം? ഓം നമ ശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ പ്രായശ്ചിത്തമായിട്ട് ഓരോ 1000 തവണ ദിവസത്തെ ജപം കഴിയുമ്പോഴും നമ്മൾ എന്ത് വേണം? ഇത് ജപിക്കും കൂടി വേണം. എന്നെങ്കിൽ മാത്രമാണ് ഈ മന്ത്രത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് നമുക്കും അല്ലെങ്കിൽ വരാതിരിക്കുകയുള്ളൂ. ഈ മന്ത്രത്തിന് അത് പരിപൂർണ ശക്തി പവറും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് മന്ത്രം. അത് നോക്കിയിട്ട് ഇതേപോലെ തന്നെ ഇരുന്ന് ജപിക്കുക. ഓം ഹര ഹര ഓം പജ പജ കാമദേവായ സ്വാഹ. ഓം ഹര ഹര ഓം പജ പജ
കാമദേവായ സ്വാഹ. ഇതാണ് മന്ത്രം. ഈ മന്ത്രം നമ്മളാണ് 1000 തവണ ജപിച്ചതിന് ശേഷമാണ് ഇത് അവർക്ക് ഇത് കൊടുത്തത്. പിന്നെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ തകരയും ഇതൊക്കെ കൂടി അരച്ച് വെച്ച ആ ഒരു കഷ്ണം നമ്മൾ കുറച്ചുള്ളത് ബോൾ പോലെ ഉരുളിലേക്ക് എടുത്തതിന് ശേഷം നമ്മളത് മറ്റെന്തെങ്കിലും ഭക്ഷണത്തിലൂടെ കലക്കി അവർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താണ് അത് പലവട്ടായിട്ട് കൊടുക്കാം, ഒരു തവണയായിട്ട് കൊടുക്കണമെന്നില്ല. അതൊക്കെ നമ്മളെ യുക്താനുസരണം 7 തവണയായിട്ട് കൊടുക്കലാണ് യഥാർത്ഥ വിധി പ്രകാരം ഉള്ളത്. അതിനുശേഷം നമ്മൾ 7 ദിവസം നമ്മളിത് ജപിക്കുകയും ചെയ്യുക. ഈ 7 ദിവസം എന്നുള്ളത് നമുക്ക് കൂട്ടിയിട്ട് എത്ര വേണമെങ്കിലും ജപിക്കുന്നത് നല്ലതാണ്. 11 ദിവസം 16 ദിവസമൊക്കെ ജപിക്കാം, 21 ദിവസം ജപിക്കാം. ജപിച്ച് കഴിയുമ്പോഴേക്കും അവരുടെ മനസ്സ് പൂർണ്ണമായും നമ്മളിലേക്ക് ആയിരിക്കും. ഈ ആയിക്കഴിഞ്ഞാൽ അവരുടെ ആ ജീവിതത്തെ ഒരു തരത്തിലും നമ്മൾ ദുർവിനിയോഗം ചെയ്യാൻ അല്ല ഇത് ചെയ്യുന്നത് എന്നും, പിന്നെ അവരുടെ ജീവിതത്തെ സംരക്ഷകനായിട്ട് എൻ്റെ മരണം വരെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും നമ്മൾ വീണ്ടും വീണ്ടും എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചു വേണം ഈ ക്രിയ ചെയ്യാൻ. ചെയ്തു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഫലം എന്ന് പറഞ്ഞാൽ ഏത് കരിങ്കല്ല് പോലത്തെ പെണ്ണാണെങ്കിലും അവർ നമ്മൾക്ക് വശമായി വരും. അവർക്ക് നമ്മളോടുണ്ടായിരുന്ന വിരോധങ്ങളൊക്കെ മാറി അവർ എല്ലാ തരത്തിലുള്ള ഒരു ആള് അകന്നു പോകാൻ തന്നെ പല പല കാരണങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആൾക്കാർ അറിഞ്ഞാൽ എന്തായിരിക്കും, പലരും പലതും പറയുന്നുണ്ട്, സംശയമാണ്, മക്കൾക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ പല കാരണങ്ങളെ കൊണ്ടായിരിക്കും, നമ്മളോടുള്ള വെറുപ്പുകൊണ്ടായിരിക്കില്ല അവർ നമ്മളിൽ നിന്നും അകന്നു പോകുന്നത്. പക്ഷെ ആ അകന്നു പോയ വ്യക്തിയെ ഇതിൻ്റെ പിന്നിൽ എന്തു വന്നാലും വേണ്ടില്ല എന്ന് കരുതി നമ്മളിലേക്ക് അവരുടെ മനസ്സ് പൂർണ്ണമായിട്ടുണ്ട് വരുമ്പോൾ അവർ ആ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങൾക്കൊക്കെ അവരുടെ ജീവിതത്തിൽ പല മാനക്കേടുകൾ ഉണ്ടാക്കിയേക്കാം, അതുപോലെ തന്നെ പല കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം. ആ ഒരു ഇതിനൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് സംരക്ഷിക്കാൻ തയ്യാറും രക്ഷകനായിട്ടും നിൽക്കാൻ നമ്മൾ ഉണ്ടായെങ്കിൽ മാത്രമാണ് അവരുടെ മനസ്സ് നമ്മളെക്കുറിച്ച് വേദനിക്കാതിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ ആ വേദന മതി നമുക്ക് എന്തുണ്ടാവാൻ, നമ്മൾ തന്നെ ഉരുകി അല്ലെങ്കിൽ നമ്മൾ തന്നെ നശിച്ചു പോകാൻ. അത് നല്ലതുപോലെ മനസ്സിലാക്കി ആയിട്ട് വേണത് ചെയ്യാൻ. ഇതൊക്കെ തയ്യാറായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്ന ഇഷ്ടത്തിൽ നിന്നും ഒരു ഒരു പെണ്ണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയതിനെ പറ്റിയിട്ടുള്ള മനോദുഃഖത്തിൽ നിന്നും കരകയറാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു മഹാക്രിയ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് ദുർവിനിയോഗമായിട്ട് ഒരിക്കലും ചെയ്യരുത്, അങ്ങേറ്റം പവർഫുള്ളാണിത്. അപ്പോൾ ഇതുപോലെ ആവശ്യക്കാരോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ ക്രിയ നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഭദ്രമാക്കാനും ആ ഒരു സ്നേഹവും സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കാലം വളരെ ഐശ്വര്യപൂർണ്ണമായി ഇരിക്കട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണ് നമ്മുടെ ചാനൽ എന്നുണ്ടെങ്കിൽ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.